അബൂജഹൽ സ്വർഗത്ത് കടന്നാലും ശരി, കേരളത്തിൽ നിന്ന് നാറ്റക്കോയത്തങ്ങൾ കടക്കുമെന്ന് സംശയമാണ്. കാരണം അത്രക്ക് വലിയ ആത്മീയ തട്ടിപ്പാണ്, അല്ലെങ്കിൽ ആത്മീയ ചൂഷകനാണ് അദ്ദേഹം. ഗുരുവായൂരപ്പനെ മനസ്സിൽ കരുതിയിട്ട് ആ വെള്ളത്തിലാണ്ട് ഊതിയിട്ട് കുടിക്കാനാണ് പറഞ്ഞത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അവരോട് നിങ്ങൾ അടുത്തുള്ള ഹൈന്ദവ സഹോദരന്മാരോട് സഹോദരിമാരോട് നമ്മൾ തേജലൂതുമ്പോ അവരെന്ത് ചെയ്യണം? ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ? നിങ്ങൾ ഊതുന്ന സമയത്ത് അവർ ഊതട്ടെ. അടുത്തിരിക്കുന്ന നമ്മളെ ചേച്ചിമാരോട് അവർ തേന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിക്കാൻ. ഈ നാറ്റം പിടിച്ച കോയ സലാത്തുൽ ഫാത്തിഹ കേട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അത് കൊള്ളാവും. ചീരിന്ന് പറയുന്നത് സലാത്തുൽ ഫാത്തിഹ തട്ടിപ്പറിച്ച അപ്പൊ സലാത്തുൽ ഇപ്പൊ നോക്കാൻ നിങ്ങൾ ഒരു മനസ്സിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഈ 10,000-കണക്കിന് ആൾ ഒരുമിച്ച് ഒരാളെ റബ്ബർ ഫുള്ള കല്യാണൊക്കെ എന്താവും ഒന്നും മദ്യം തോന്നുന്നില്ല. രാവിലെ 7 മണിക്ക് തന്നെ ജനസാഗരായിരിക്കും. മണിക്ക് നിക്കാഹ് തുടങ്ങും. കോയത്തങ്ങളെ, നിങ്ങൾ നമ്മൾ പറഞ്ഞില്ല, ആ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ആ ഊത്തും നിങ്ങളുടെ ആ ദിക്കറും നിങ്ങളുടെ ആ ചുഞ്ചുണ്ടിൽ വിരിയുന്ന സലാത്തിന്റെ മധു കൊണ്ട് സ്വർഗം കീഴടക്കുമെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് മുമ്പിലിരിക്കുന്ന തീട്ടം തന്നുന്ന ഇരുകാലികളെയാണ് പറയുള്ളത്. ഒന്നു മകൾ, നിങ്ങൾക്ക് വല്ല ചാണാകോയിൽ പോയിട്ട് തല കുത്തിയിട്ട് മറിഞ്ഞൂടെ?